പ്രിയ നടന് സലീംകുമാറിന്റെ വിയോഗം തെന്നിന്ത്യൻ ചലച്ചിത്രലോകത്തെ ആകെ സങ്കടത്തിലാക്കിയിരുന്നു. ന്യൂമോണിയ കലശലായതോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. സിനിമാക്കാരനെ എന്നതില് ഉപരിയായി നിലപാടുകളുടെ താരം കൂടിയായിരുന്നു സലീംകുമാര്. കേവലം 56-ാം വയസ്സില് അദ്ദേഹം ലോകത്തോട് വിട പറയുമ്പോൾ ജാതിയോ മതമോ ഇല്ലാതെ മക്കള് ചിതയൊരുക്കി ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഈ നാട് അദ്ദേഹത്തിന് വിട നൽകിയത്. എന്നാൽ സലീംകുമാറിന്റെ കരിയറില് നിർണായകമായി മാറിയ പറവൂര് ടൗൺഹാളിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ അവിടെ അരങ്ങേറിയത് പതിവ് സെലിബ്രിറ്റി മരണങ്ങളില് സംഭവിച്ച നാണക്കേടിന്റെ ആവർത്തനമായിരുന്നു. മരണവീട്ടിലെയും പൊതുദർശനവേദിയിലെയും വികാരങ്ങള് പോലും മാനിക്കാതെ ചാനൽ ക്യാമറകളും ആയിരക്കണക്കിന് യൂട്യൂബർമാരും മൊബൈൽ ഫോണുകളുമായി ഇരച്ചുകയറിയത് വലിയ അസ്വസ്ഥതയാണുണ്ടാക്കിയത്. മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ഉറ്റബന്ധുക്കളുടെ ദുഃഖം തിരിച്ചറിയാന് കഴിയാതെ അവരുടെ മുഖത്തേക്ക് ക്യാമറകൾ കുത്തിപ്പിടിച്ചുകൊണ്ട് നടന്നവർക്കെതിരെ സലീംകുമാറിന്റെ മകന് ചന്തു പരസ്യമായി പ്രതികരിച്ചു. "നിങ്ങൾക്കെന്തു വേണം? ഒന്നു മാറി നിൽക്കൂ" എന്ന് ചന്തു പൊട്ടിത്തെറിച്ചു പറഞ്ഞതോടെയാണ് മാധ്യമപ്പട അല്പമെങ്കിലും പിന്നോട്ടു മാറിയത്. മരണവീടുകളിലെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിക്രമം അവസാനിപ്പിക്കാന് മുഖ്യമന്ത്രി തന്നെ കർശനമായ ഇടപെടൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന ചർച്ചകൾക്കും ഇത് വഴിതുറന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ കടുത്ത ബഹളത്തിനിടയിലും പറവൂരിലെ ജനങ്ങള് കണ്ടത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തികച്ചും ജനകീയവും മാതൃകാപരവുമായ ഇടപെടൽ തന്നെയായിരുന്നു. സലീംകുമാര് വെറുമൊരു നടനു മാത്രമല്ല, സതീശന്റെ ഉറ്റസുഹൃത്തും സഹോദരതുല്യനുമായിരുന്നു. ഒരു കാരണവരെപ്പോലെയാണ് സതീശന് അവിടെ കാര്യങ്ങള് നിയന്ത്രിച്ചത്. മുൻപ് സെലിബ്രിറ്റികള് മരിക്കുമ്പോൾ പിണറായി വിജയൻ എത്തുന്ന ശൈലി നമ്മള് കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് പോലീസുകാര് സകലരെയും വകഞ്ഞുമാറ്റി ഉറ്റബന്ധുക്കളെപ്പോലും മാറ്റി നിർത്തി പോലീസിന്റെ തേർവാഴ്ചയ്ക്കിടയിലൂടെ നെഞ്ചുവിരിച്ച് പുഷ്പചക്രം സമർപ്പിച്ചു മടങ്ങുന്ന പിണറായി ശൈലിയില് നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു സതീശന്. വിവിഐപി സംസ്കാരങ്ങള് ഒന്നുമില്ലാതെ സാധാരണക്കാരനെപ്പോലെ അദ്ദേഹം സലീമിന്റെ കുടുംബത്തിനൊപ്പം നിന്നു. തന്റെ പ്രിയ സുഹൃത്തിന് ആദരാജ്ഞലി അർപ്പിക്കാന് ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് ഒരു പൈലറ്റ് വാഹനം പോലുമില്ലാതെ സാധാരണക്കാരനായി കടന്നുവന്ന സതീശന് ജനങ്ങളോട് പ്ലീസ് വഴി തരൂ എന്നഭ്യർത്ഥിച്ചാണ് മുന്നോട്ടു നീങ്ങിയത്. സലീംകുമാറിന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ഭാര്യയെ ചേർത്തുപിടിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി അവിടെ നിലയുറപ്പിച്ചു. അതിനിടയില് കൊമ്മ ഒരു മരണവീടാണെന്ന ഔചിത്യബോധമില്ലാതെ മുഖ്യമന്ത്രിക്ക് ഷാൾ അണിയിക്കാന് വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സതീശൻ അപ്പോൾ തന്നെ ദേഷ്യപ്പെട്ടു വിലക്കി. ഒരു ഉറ്റസുഹൃത്തിന്റെ വിയോഗത്തില് നിൽക്കുമ്പോള് ഷാള് സ്വീകരിക്കാന് വിസമ്മതിച്ച സതീശന്റെ ഈ നിലപാട് അദ്ദേഹത്തിന്റെ ഉയർന്ന സാമാന്യബോധത്തിന്റെ തെളിവായി. ടൗൺഹാളിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാതെ വന്നപ്പോൾ സാക്ഷാല് മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങി മാറി നിൽക്കൂ എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് രംഗം ശാന്തമാക്കി. സ്വന്തം സുരക്ഷയെക്കുറിച്ച് അല്പം പോലും ആശങ്കയില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന കാര്യങ്ങള് നിയന്ത്രിക്കാന് കാണിച്ച ആ ഇച്ഛാശക്തിയാണ് വി.ഡി. സതീശനെ യഥാർത്ഥ ഭരണാധികാരിയാക്കുന്നത്. ശത്രു രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർക്ക് പോലും തന്നോട് ബഹുമാനമുണ്ടെന്ന ആത്മവിശ്വാസം ഒരു മുഖ്യമന്ത്രിക്ക് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു പറവൂരിലെ സതീശന്റെ ഇന്നലത്തെ ഇടപെടലുകള്. അതേസമയം സലീംകുമാറിന്റെ മരണവീട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിരുവിട്ട പെരുമാറ്റം വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മരണവീടുകളിലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നുകയറ്റവും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇത്തരം ഔചിത്യമില്ലാത്ത പെരുമാറ്റങ്ങളും നമ്മുടെ നാട്ടിലെ ആളുകള് ഇനിയെങ്കിലും തിരുത്തേണ്ടതുണ്ടെന്ന ശക്തമായ സന്ദേശമാണ് ചർച്ചയാകുന്നത്.